ഇതൊക്കെ പറയുന്നതിനിടയിലും ഇപ്പോൾ ഈ AK ബാലന്റെ പ്രസ്താവനയിലെല്ലാം ഒരു മനനൊന്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ റെജി ലൂക്കോസ് എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് BJP ചേർന്നിരിക്കും. ഏത് പാർട്ടിയില്, ഏത് ഘടകത്തിലായിരുന്നു? ഘടകത്തിലല്ലെങ്കിലും ഇടത് സഹയാത്ര. ഞങ്ങളാരും പോകാത്തപ്പോ നിങ്ങൾ സഹയാത്രിക എന്ന് പറഞ്ഞ ആരൊക്കെ വിളിക്കുന്നുണ്ട്? ഞങ്ങൾ ചില ചർച്ചയിൽ ഞങ്ങൾ പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കും. ഞങ്ങൾ അല്ല, നിങ്ങൾ ഇതിനകത്ത് വിളിക്കുന്നത് ആരെ വിളിക്കുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ഉത്കണ്ഠയോട് ഇപ്പൊ മണ്ണത്തൂര്, അല്ല നമ്മുടെ തൃശ്ശൂർ മറ്റത്തൂര്, അതുപോലെ തന്നെ കുമരകം, ഇതിലെല്ലാം എന്താ വ്യക്തമാകുന്നത്? അല്ല, ഇതിലെന്താ വ്യക്തമാകുന്നത്? കുമരകത്ത് ഉണ്ടാകുന്ന BJP നേരെ വോട്ട് ചെയ്തില്ലേ? മാളയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി BJP നേരെ വോട്ട് ചെയ്തില്ലേ? ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സഹയാത്രികൻ മാത്രമല്ല, പാർട്ടി അംഗമാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരാൾ പോകുമ്പോൾ സ്വാഭാവികമായും അത് ഇങ്ങനെ എന്തുകൊണ്ടാണ് പോകുന്നത്? ഇടതുപക്ഷം എന്ന് പറഞ്ഞു നിൽക്കുന്ന BJP അങ്ങനെയാണ് കഴിയുന്നത്. അതിപ്പോ നിങ്ങളുടെ ചോദ്യം കൗതുകകരമായ ചോദ്യമാണ്. ഞങ്ങൾ ആരും പോകുന്നു, ഇപ്പൊ മനോരമയിൽ നിന്ന് ആരൊന്നും വരുന്നില്ല എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് മനോരമയുടെ സഹയാത്രി എന്ന് വിളിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പൊ വേറെ ചാനലിന്റെ നിങ്ങൾ പോകുന്നില്ല, നിങ്ങൾക്ക് ഇന്ന് വരാൻ പറ്റും. ഇത് P. രാജീവിന്റെ പത്രസമ്മേളനം ഞാൻ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മനോരമ തീരുമാനിച്ചു. അപ്പോൾ വഴിയിൽ നിന്ന് ഒരാൾ റിപ്പോർട്ട് ചെയ്യാൻ വരാണ്. അപ്പോൾ മനോരമയുടെ സഹയാത്രികനല്ലേ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ മനോരമയാവും? അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ വിളിക്കുന്ന ആളല്ലേ, ഞങ്ങൾ അയക്കുന്ന ആളാണോ? നിങ്ങൾ കാണേണ്ടത് എന്താ? AK ആന്റണിയോട് നിങ്ങൾ എന്ത് സൗമനസ്യ കാണിച്ചേ ഇല്ലേ? കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവല്ലേ? അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോ എവിടെ നിൽക്കുന്നു? എന്ത് നിലപാട് പറഞ്ഞേ? വടത്തി കൊണ്ടുവന്ന് BJP കൊടുത്തു, അതാണോ പറഞ്ഞേ? അല്ല, ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ എന്താ വടത്തി കൊണ്ടുവന്ന് BJP കൊടുത്തു എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? പത്മജ വേണുഗോപാൽ എവിടെ പോയി? എവിടെ നിൽക്കുന്നേ? അപ്പൊ BJP ശശി തരൂർ എന്തൊക്കെ പറഞ്ഞു? നിങ്ങളുടെ അഭിപ്രായം എന്താ? ശശി തരൂർ അതല്ല, പൊളിറ്റിക്സ് അല്ലേ? എന്താ ശശി തരൂർ പറഞ്ഞ എന്താ? ശശി തരൂര് നെഹ്റുവിനെ ഉൾപ്പെടെ തള്ളിപ്പറയുകയും ഈ മോഡിയെ നിരന്തരം സ്തുതിക്കുകയും ചെയ്തില്ലേ? ദിഗ്വിജയ് സിംഗ് ഇപ്പൊ എന്ത് പറഞ്ഞു ഏറ്റവും ഒടുവിൽ? ഇവരൊക്കെ സഹയാത്രികരായിട്ട് നിങ്ങൾ വിളിച്ചുകൊണ്ട് പേരടിച്ചടിച്ചു വയ്ക്കുന്നവരല്ലല്ലോ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളല്ലേ, വർക്ക് ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളല്ലേ?